വിദ്യമല്ല കേട്ടോ. 4 വരി ആദ്യം ഇവിടെ പാടും, അതിനുശേഷം നിങ്ങൾ പാടാം. അകലയല്ല പുന്നുഷസ്സിൻ സുഗതമാം പ്രത്യാഗമം, ഇരുൾ മറച്ചൊരു സൂര്യതേജസ്സുളി പരത്തും ശുഭദിനം, അമൃത കലശം പേറിയെത്തും ദേവതാഗണ സംഗമം, വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ, വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. ഭാർഗവൻ മഴുവാൽ സമുദ്രം വെട്ടി നീക്കിയ പൗരുഷം, ശങ്കരൻ സർവജ്ഞപീഠം കയറി നിന്നൊരു വൈഭവം, ഭേദഭാവന പിഴുതെറിഞ്ഞൊരു ഗുരുജനത്തിൻ സാധന, വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ, വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. ഭാരതപ്പുഴ രാമകഥയാൽ സരവുവാക്കിയ തൂലിക, സരയുവാക്കിയ പൗരുഷം പടവാളിളക്കിയ പുരളിമലതൻ ഗർജനം, ആത്മബലിയാൽ ആർഷഭാരത ഗരിമ കാത്ത പരാക്രമം, വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ, യാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. ഒരുമിച്ച് 4 വരി ചൊല്ലാം, അവസാനിപ്പിക്കാം നമുക്ക്. അകലയല്ല പൊന്നുഷസ്സിൻ സുഗതമാം പ്രത്യാഗമം, ഇരുൾ മറച്ചൊരു സൂര്യ തേജസ്സുളി പരത്തും ശുഭദിനം, കലശം പേറിയെത്തും ദേവതാഗണ സംഗമം, യാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ, വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ ഇന്ന് നമ്മളെല്ലാവരും ശില്പശാലയുടെ ഭാഗമായിട്ട് 2 കേന്ദ്രങ്ങളിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ നമ്മൾ 2 മണ്ഡലങ്ങൾ BJPയുടെ ഭാഗത്ത് ഇന്ന് ഒരുമിച്ചിരിക്കുകയും ശില്പശാലയിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണ്. പാർട്ടിയുടെ ജില്ലയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ ജസ്റ്റിൻ ഉൾപ്പെടെ
വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന നിയോജകമണ്ഡലത്തിൻ്റെ അധ്യക്ഷൻ, വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കന്മാർ എല്ലാവരും ഇവിടെ ഓരോ ക്ലാസ്സുകളുടെ ഭാഗമായിട്ടിരിക്കുകയാണ്. എനിക്ക് ഒരു പ്രസംഗം നടത്തണം എന്നുള്ള രീതിയിലല്ല ഞാൻ വന്നത്. ഇവിടെയുള്ള എല്ലാ നേതാക്കന്മാരെയും കാണുക എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് വളരെയധികം, നമ്മൾ മാത്രമേ കേരളത്തിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ പരാജയത്തിൽ നിന്ന് കരുത്താർജിച്ചുകൊണ്ട് വിജയത്തിന്റെ പാത സഹനത്തിലൂടെ വെട്ടി തുറന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ. ഇത് പടുത്തുയർത്താൻ ഈ പാർട്ടിയിൽ പഞ്ചായത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കാൻ, നിയോജക മണ്ഡലത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കാൻ, ജില്ലയിൽ പ്രവർത്തിക്കാൻ, സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ എല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ജീവിതം തന്നെയാണ്. അങ്ങനെ ജീവിതം കൊടുത്ത നമ്മൾ ഓരോരുത്തരും എത്രമാത്രം കൂടുതൽ സമയം, മണിക്കൂറുകൾ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി കൊടുക്കാൻ വീണ്ടും തയ്യാറാണ് എന്നതിൻ്റെ സൂചകമായിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശില്പശാലകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഇതിനു മുൻപ് പാർട്ടി നമ്മളുടെ കഴിഞ്ഞ കാല ഭാരതീയ ജനസംഘത്തിന്റെ കാലഘട്ടം മുതൽ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരെ ഓർക്കാൻ, അവർ എന്നാണ് ജനിച്ചത്, എന്നായിരുന്നു അവരുടെ പിറന്നാൾ, അത് ഓർക്കാൻ, ചിന്തിക്കാൻ, അവരെന്നാണ് നമ്മുടെ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞു പോയത് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ, ഇതെല്ലാം അറിഞ്ഞതിനു ശേഷം നമ്മളൊരു പരീക്ഷ എഴുതി അല്ലെ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ആ പരീക്ഷയിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. നമുക്ക് അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആ പരീക്ഷയിൽ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഉത്തരം പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഉത്തരം പറഞ്ഞപ്പോൾ ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്താൻ വേണ്ടി രാജ്യത്ത് 2 ഭരണാധികാരി പാടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് കാരാഗൃഹത്തിലേക്ക് നടന്നു പോയിട്ടുള്ള നമ്മുടെ നേതാവിനെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള നമ്മുടെ ലീഡറെ നമ്മൾ വീണ്ടും ഓർത്തു. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭൗതികമായിട്ടുള്ള ഉന്നമനം മാത്രമല്ല എന്നും, അദ്ദേഹം ആധ്യാത്മികതയും ഭൗതികതയും എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് നമുക്ക് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം എന്ന് പറയുന്ന ഒരു പുരുഷാർത്ഥമാണ് എന്നും ഒരു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പഠിച്ച ഏക രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും വീണ്ടും വീണ്ടും നമ്മൾ MLA ആകാതെ, നമ്മൾ MP ആകാതെ, നമ്മളൊരു പഞ്ചായത്തിന്റെ അധികാരം അത് സ്വപ്നം കാണാതെ ഈ അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ഓരോ മനുഷ്യർക്കും വേണ്ടി കൂടുതൽ സമയം നമ്മൾ ഈ സംഘടനയ്ക്ക് കൊടുക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മണിക്കൂറുകൾ വർദ്ധിപ്പിക്കുന്നതും നമ്മൾ ഈ പ്രസ്ഥാനത്തെ ഉയർത്താൻ പരിശ്രമിക്കുന്നതും അതുകൊണ്ടാണ്. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ തന്നെയാണ് നമ്മുടെ BJPയുടെ ഓരോ പ്രവർത്തകനുമുള്ള ഉത്തരം. എന്താണ്? നിങ്ങൾ ഉണരുക, നിങ്ങൾ ജാഗ്രതയോടുകൂടിയിട്ട് പ്രവർത്തിക്കുക, നിങ്ങൾ ലക്ഷ്യം വെച്ച ആ ഏറ്റവും അവസാനത്തെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക. എന്താണ് ലക്ഷ്യം? ജസ്റ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തൃശൂർ ജില്ലയില് ഒരു കസേരയിൽ ഇരിക്കുക എന്നുള്ളതല്ല. ശോഭാ സുരേന്ദ്രന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു പൊസിഷനിൽ കാലാകാലം ഇരിക്കുക എന്നുള്ളതല്ല. ഏത് ലക്ഷ്യമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് സമൂഹത്തിൽ അശരണരായിട്ടുള്ള, ആരും ആശ്രയമില്ലാത്ത, സമൂഹത്തിന്റെ ഏറ്റവും പുറമ്പോക്കിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള, ഒന്നുമില്ലാത്ത സാധാരണക്കാരനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കുന്നവരാണ് ജനസംഘത്തിന്റെ പ്രവർത്തകന്മാർ എന്ന് നമ്മൾ പഠിച്ചു. ആ ജനസംഘത്തിന്റെ ഇന്നത്തെ രൂപമായിട്ടുള്ള നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കഴിഞ്ഞ കാലത്തെ ഓരോ നേതാക്കന്മാരുടെയും മുഖം, അവരുടെ പ്രവർത്തനം, അവരുടെ വാക്കുകൾ, അതിൽ നിന്ന് നന്മകൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്കൊക്കെ ഉള്ള, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ തെറ്റുകൾ, അതിനെയെല്ലാം നമ്മൾ എങ്ങനെയാണ് നദിയിൽ കല്ലുകൾ ഉരുളുമ്പോൾ ആ മൂർച്ചയുള്ള കല്ലുകളുടെ മൂർച്ചയെല്ലാം മിനുസപ്പെടുത്തുന്നത് പോലെ ഈ സംഘടനയിൽ
നമ്മൾ ഓരോരുത്തരും വീണ്ടും വീണ്ടും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് തെറ്റു പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ ഇനിയും എങ്ങനെ നല്ലതാക്കാൻ സാധിക്കും എന്ന് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ആ ജനസംഘ കാലഘട്ടത്തിലെ പഴയകാല നേതാക്കന്മാരുടെ കാതലായിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരുടെ അവരുടെ ചിന്തകളെ കൂടി കോർത്തെടുത്തുകൊണ്ട് യുവതലമുറ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ശില്പശാലയുടെ ദൗത്യം എന്ന് പറയുന്നത്. ആ ദൗത്യത്തിന് നിങ്ങളെ കാണാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. വളരെ ചിട്ടയായിട്ട് നിയോജക മണ്ഡലത്തില് എല്ലാവരും ഓരോരുത്തരും ഒരുമിച്ചിരിക്കുന്നു. അടുത്ത ക്ലാസ് എടുക്കാനുള്ള ആള് ഒരുപക്ഷെ പുറത്തു വന്ന് കാത്തിരിക്കുന്നുണ്ടാകും. അതിനിടയിൽ ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ തൃശൂർ ജില്ലയുടെ അമരക്കാരൻ ജസ്റ്റിന്റെ നേതൃത്വത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ ക്യാമ്പ് നടക്കുമ്പോൾ എനിക്ക് നിശ്ചയിച്ചിട്ടുള്ള മണ്ഡലം അല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ ആളുകൾ അല്ലെ, നമ്മളെന്ന് പറയുന്നത് രണ്ടല്ല, നമ്മളെന്താണ് ഒന്നാണ്. കുങ്കുമഹരിത പതാക കാണുമ്പോൾ ഈ കാവിയും പച്ചയും ചേർന്ന ഷാളണിഞ്ഞുകൊണ്ട് ഒരാളെ കാണുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ ഓർക്കുന്നത് ഇതെന്റെ വല്യമ്മയുടെ മകളാണോ അല്ലെങ്കിൽ ഇതെന്റെ ചേട്ടന്റെ മോനാണോ എന്നല്ല. അതിനേക്കാൾ കൂടുതൽ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സാംസ്കാരിക തനിമയുള്ള തൃശ്ശൂരിന്റെ മണ്ണിൽ, ഞാൻ ജനിച്ചു വളർന്ന എന്റെ സ്വന്തം ജില്ലയുടെ മണ്ണിൽ, ഈ നിയോജക മണ്ഡലത്തില് നിൽക്കുന്ന സമയത്ത് പൂരത്തിന്റെ നാട്ടിൽ അല്ലെ, പെരുമയുടെ നാട്ടിൽ, സാംസ്കാരിക തനിമയുടെ നാട്ടിൽ നിങ്ങൾ മത്സരിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ആളുകളുടെയും മുന്നിൽ സംഘടനയെ കൂടുതൽ കരിപ്പിടിപ്പിക്കേണ്ട ബാധ്യത തൃശ്ശൂർ പേരൂരിനുണ്ട്. കാരണം എന്താണ്? നിങ്ങൾക്കാണ് MP-യെ കിട്ടിയത്, നിങ്ങൾക്കാണ് MP-യെ കിട്ടിയത്. തിരുവനന്തപുരത്തും കൊല്ലത്തും ചേർന്നുകൊണ്ട് 3 MLA കിട്ടിയപ്പോൾ 7 MLA-ക്ക് തുല്യമാണ് ഒരു MP എന്നുള്ളത് കൊണ്ട് ഈ MP-യെ സൃഷ്ടിച്ചിട്ടുള്ള തൃശ്ശൂർ പേരൂരിന്റെ അമരക്കാർ ജില്ലയുടെ ഭാരവാഹികളുടെ കടമ, കർത്തവ്യം അത് വർദ്ധിക്കുകയാണ് എന്ന് നമ്മൾ കൂടുതൽ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ ജയിച്ചു പോയിട്ടുള്ള നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപി സാറ് പറഞ്ഞതുപോലെ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, വാങ്ങാൻ MLA-മാർ തയ്യാറാണെങ്കിൽ, വാങ്ങാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തയ്യാറാണെങ്കിൽ, ബ്ലോക്ക് പ്രസിഡന്റുമാർ തയ്യാറാണെങ്കിൽ, കേന്ദ്രത്തിൽ നിന്ന് പദ്ധതികൾ കൊണ്ടുവരാനും തരാനും തയ്യാറാണ്. ഞാൻ പ്രഖ്യാപിച്ച കൊടുത്ത പണം പോലും ചെലവഴിക്കാൻ തയ്യാറാകാതെ രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിച്ച അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് അതിനുകൂടി നമ്മൾ സമൂഹത്തില് ശ്രദ്ധ പുലർത്തുകയും അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കാൻ ഇവിടെയുള്ള മുഴുവൻ നേതാക്കന്മാർക്കും സാധിക്കട്ടെ എന്നും, പണ്ട് സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ മാസ്റ്റർ പറയും, ഒരു ദിവസം രാവിലെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് എത്ര കൂടുതൽ ആളുകൾ വരുന്നുവോ അത്ര കൂടുതൽ നിങ്ങൾ ആരാണ്? നിങ്ങളാണ് ഏറ്റവും നല്ല നേതാവ്. അപ്പോ ഒരു പഞ്ചായത്തിൽ, ഒരു മണ്ഡലത്തിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടായിരിക്കണം ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. അത് ഫോം പൂരിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കുട്ടിക്ക് അഡ്മിഷന്റെ കാര്യം സംസാരിക്കാനായിരിക്കും, അതല്ലെങ്കിൽ അവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹത്തിന്റെ കാര്യങ്ങളും സംസാരിക്കാൻ വരുമ്പോൾ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ നേതാക്കന്മാരായി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മാറാൻ ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കേരളത്തിലെ നമ്മൾ കാണുന്ന രാഷ്ട്രീയ കാലാംശങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ചെല്ലാം തന്നെ ഈ ക്യാമ്പിനകത്ത് നമ്മൾ പഠിക്കുകയും പിന്നീട് പുറത്തിറങ്ങിയതിനു ശേഷം നിരവധി ആളുകളെ പഠിപ്പിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കിവിടെ നിങ്ങളെ കാണാൻ സാധിച്ചതിൽ നന്ദി. നമസ്കാരം. വന്ദേ മാതരം.